100 ദിവസം പിന്നിട്ട കേരള മന്ത്രിസഭയിലെ ഒരു സൈലന്റ് പെർഫോമറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിലെ പാരിയത്തുകാവ് തർക്കഭൂമിയിൽ ഉണ്ടായിരുന്ന 7 ദളിത് കുടുംബങ്ങൾ 5 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന നിയമയുദ്ധങ്ങൾക്കൊടുവിൽ കോടതി പോലും കൈവിട്ട നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യർ. 10 കൊല്ലക്കാലം ഭരിച്ചിട്ടും 2 പിണറായി സർക്കാരുകൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പോയ പാരിയത്തുകാവിലെ ഭൂമി തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് റോജി എം ജോണിനെയാണ്. അൻപത് കൊല്ലങ്ങൾ കൊണ്ട് തീരാതിരുന്ന പ്രശ്നം പരിഹരിച്ചത് വെറും 5 സിറ്റിംഗുകൾ കൊണ്ടാണ്. 5 സെന്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടും വഴിയും നൽകുമെന്ന് ആ മനുഷ്യർക്ക് വേണ്ടി കരാറുണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു കരാറുണ്ടാക്കി 1 മാസം പോലും തികയുന്നതിന് മുൻപ് ആ വീടുകളുടെ തറക്കല്ലിടുകയും ചെയ്തു. സർക്കാർ അധികാരമേറ്റ് വെറും 71 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റ് ലോ കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തി. സർക്കാർ വക ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു സർക്കാരിന്റെ മുഖ്യ അജണ്ടയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റോജി ഈസ് സിമ്പിൾ, ഏബിൾ, പവർഫുൾ ആൻഡ് വിഷണറി. അത് മനസ്സിലാകാൻ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഒന്ന് താരതമ്യം ചെയ്താൽ മതി. കേരളത്തിലെ കുട്ടികൾ എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു എന്നതിനെ വിമർശനാത്മകമായി സമീപിക്കുകയും കേരളത്തിന്റെ അക്കാദമിക് അന്തരീക്ഷം മെച്ചപ്പെടുത്തി വിദേശ വിദ്യാർത്ഥികളെ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞ കേരള സർക്കാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരാണ്? കമന്റ് ചെയ്യൂ.